എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, രവീന്ദ്രൻ ഫുഡ് വിളമ്പി വെച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്നുണ്ട്. ആ സമയത്ത് പോയി തുറന്നു നോക്കിയപ്പോൾ സച്ചിനെയാ കണ്ടത്. അങ്ങനെ കഥ തുറന്ന് സച്ചി വന്നിട്ട് പറഞ്ഞു, അല്ല അച്ഛാ, അച്ഛൻ എന്തി തന്നെയുള്ളോ, എന്തി രേവതി എന്തിയെന്ന് ചോദിക്കും ഇവിടെ. അപ്പൊ രേവതി പുറത്ത് പോയിക്കോന്ന് പറയണം. അപ്പൊ അമ്മ എന്തേ? അവളും പുറത്തേക്ക് പോയെന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ കൂടിയിട്ട് അച്ഛനെ ഇവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ടാണോ പോയെന്ന് ചോദിക്കാം. എന്നാ പിന്നെ അച്ഛൻ ഒരു വാക്ക് എന്നോട് പറയാൻ വരരുന്നോ, എന്നെ ഒന്ന് ഫോൺ ചെയ്യുവാണ്, ഞാനും വരത്തില്ലാരും ചോദിക്കാം, അവൾ നിങ്ങോട് വരട്ടെ എന്നൊക്കെ പറയാണ്. അതിന്റെ ആവശ്യം എന്താ? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല സച്ചി എന്ന് പറയാം. അച്ഛനേതൊക്കെ പറയും, എന്നിട്ട് വേണം പിന്നീട് ഓരോന്ന് വന്നു കഴിയുമ്പോഴത്തേനും അനുഭവിക്കാനെന്ന് പറയണം. അല്ല അച്ഛൻ ഇതിനായിട്ട് ഫുഡ് കഴിച്ചില്ലേ? ഞാൻ കഴിക്കാൻ തുടങ്ങുമായിരുന്നു. ദേ ഒരു കാര്യം ചെയ്യ, നീ പോയി ഫുഡ് എടുത്തോണ്ട് വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ അടുക്കളയിലേക്ക് എല്ലുക. അങ്ങനെ ഫുഡ് എടുക്കാനായിട്ട് ചോറെടുത്ത് വെച്ചു ആദ്യം. പിന്നെ കറി വിളമ്പാൻ വേണ്ടി ഇങ്ങനെ കറി എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനാണ് ഒരു പല്ലീനെ ഇങ്ങ് കോരി എടുക്കുന്നത്. സാമ്പാറിനകത്തുനിന്ന് പല്ലീനെ കിട്ടുവാണ്. പെട്ടെന്ന് ഒരു നിമിഷം സച്ചി ഞെട്ടിപ്പോയി. ആ പാത്രം അവിടെ വെച്ചിട്ട് ഓടി നേരെ ഹാളിലേക്ക് വരുവാണ്. ഡൈനിങ് ഹാളിലേക്ക് വന്നിട്ട് രവീന്ദ്രനെ വിളിച്ചു, അച്ഛനെ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കണം. ഇല്ല കഴിച്ചില്ല, കഴിക്കാൻ തുടങ്ങുന്നുള്ളെന്ന് പറയണം. കഴിക്കാൻ വാരി ഇങ്ങും വെക്കാൻ തുടങ്ങുന്ന സമയത്താണ് സച്ചി ഓടി അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ പാത്രം ഒറ്റ തട്ടം കൂടെ കൊടുക്കുകയാണ്. എന്താടാ നീ എന്ത് പരിപാടിയെ കാണിച്ചേ? ആഹാരം തട്ടിക്കളയുന്നോ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കാം. അല്ലച്ചാ, അതിനകത്തൊരു പല്ലി ഉണ്ടായിരുന്നു പറയണേ. പല്ലിയോ? രവീന്ദ്രൻ ഞെട്ടിപ്പോയി. അതെ അച്ഛാ, ഇതെങ്ങനെ കഴിച്ചായിരുന്നെങ്കില് ദൈവമേ, ദൈവമായിട്ടാ ഇപ്പം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, അല്ലായിരുന്നെങ്കിലോ എന്ന് പറയണം. രവീന്ദ്രൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. അവളായിരിക്കും എല്ലാത്തിനും കാണാം. അവളെല്ലാം ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും മൂടിപ്പൊറുക്കി വെക്കാതെ പോയിട്ട് ഇപ്പൊ കണ്ടില്ലെന്ന് ചോദിക്കുകയാണ്. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് ബാമയും ചന്ദ്രമതിയും കൂടെ അങ്ങോട്ട് വരുന്നേ. ബാമയും ചന്ദ്രമതിയും കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രനും സച്ചിങ്ങ് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് സച്ചു, നിങ്ങൾ എങ്ങോട്ട് പോയതാന്ന് ചോദിക്കാം. ഞാൻ പുറത്തു വരെ. എല്ലാരും കൊള്ളാം, അച്ഛനെ ഇവിടെ തനിച്ചിട്ടിട്ട് പോയിട്ട് അച്ഛനെ കൊല്ലാൻ വേണ്ടിയാണെന്ന് ചോദിക്കും. നീ എന്തൊക്കെയാ സച്ചി പറയണമെന്ന് ചോദിക്കാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ആർക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയണം. ആ സമയത്ത് ഭാമ നോക്കിക്കഴിയുമ്പോൾ തറ ചോറ് കിടക്കുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ? ഇതെന്താ സച്ചി, ഇതെന്ത് പറ്റി? പ്ലേറ്റും ചോറും ഒക്കെ തറയെ കിടക്കുന്ന എന്താന്ന് ചോദിക്കാം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ലെന്ന് പറയാണ്. അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വരുവാണ്. രേവതിനെ കണ്ടത് സച്ചി അങ്ങോട്ട് പറഞ്ഞു ചെല്ലുവാണ്. നീ എങ്ങോട്ട് പോയതാന്ന് ചോദിക്കും. അല്ല അത് പിന്നെ ഞാൻ കടയില്. നിനക്ക് ഈ വീടിനെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോന്ന് ചോദിക്കാം. അതെന്താ സച്ചിയേട്ടാ അങ്ങനെ പറഞ്ഞേ? നീ മനഃപൂർവ്വം എല്ലാരും കൂടെ കൊല്ലാൻ ശ്രമിക്കുക അല്ലേന്ന് ചോദിക്കും. എന്താ കാര്യം? നീ അല്ലേ രാവിലെ ഫുഡ് ഇവിടെ ഉണ്ടാക്കിയെന്ന് ചോദിക്കും. അത് ഞാനാ ഉണ്ടാക്കിയത്. നീ എന്താ സാമ്പാറിനകത്ത് നീ മുരിക്കോലിന് പകരം നീ പല്ലീനെ ഇട്ടാണോ ഉണ്ടാക്കുന്ന ചോദിക്കും. പല്ലീനെ ഇട്ടോ? അപ്പോഴാണ് ചന്ദ്രമതിയൊക്കെ ആ കാര്യം അറിയുന്നത്. എന്തൊക്കെയാ സച്ചി നീ പറയണമെന്ന് ചോദിക്കും. വാ കാണിച്ചു തരാന്ന് പറയണം. അങ്ങനെ എല്ലാരും കൂടെ അടുക്കളയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പല്ലീനെ സാമ്പാറിനകത്ത് എടുത്ത് കാണിക്കുകയാണ്. കണ്ടോ, ഇപ്പൊ ഈ ആഹാരം അച്ഛൻ കഴിച്ചായിരുന്നെങ്കിലോ, ഞാൻ വരാൻ ഇത്തിരി വൈകിയായിരുന്നെങ്കിൽ അച്ഛൻ ഈ ആഹാരം കഴിച്ചാലും എന്താ സംഭവിക്കുന്ന അറിയാലോ. നീ ഇത്ര ധൃതി പിടിച്ച് നീ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുക. രേവതിയോട് ഞാൻ പറഞ്ഞല്ലോ. രവീന്ദ്രൻ വെറുതെ നീ രേവതിനെ വഴക്ക് പറയണ്ട, ഞാൻ പറഞ്ഞിട്ട് അവള് പോയെന്ന് പറയണം. അച്ഛൻ അങ്ങനെയൊക്കെ പറയും. വയ്യാത്ത അച്ഛനെ ഇട്ടിട്ട് എല്ലാരും കൂടെ ഓരോ ടൂർ അങ്ങോട്ട് പോയിരിക്കുന്നു. ഇതൊക്കെ അറിയുവാണെങ്കിൽ അച്ഛനെ നോക്കി ഞാൻ വീട്ടിൽ ഇരിക്കുവായിരുന്നല്ലോ എന്ന് പറയണം. ഞാൻ വരാൻ ഇത്ര ലേറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നേ, ഒന്ന് ഓർത്തു നോക്കിയെന്ന് പറയണം. വലിയ വിഷം തന്നെയല്ലേന്ന് ചോദിക്കുവാണ്. ഈ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ രേവതിനെ നോക്കി. ഓഹോ, അപ്പൊ നീ രാവിലെ ഉണ്ടാക്കിയത് ഇതല്ലേന്ന് ചോദിക്കണം. അയ്യോ, ഫുഡും കൊണ്ട് സ്തുതി പോയല്ലോ എന്ന് പറയണം. അവനെങ്ങാനും ഉച്ചയ്ക്ക് കൊണ്ടേ ചോറിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവുമല്ലോ. പെട്ടെന്ന് ബാമ പറഞ്ഞു വിളിച്ചു പറയാൻ പറയണം. അങ്ങനെ ചന്ദ്രമതി ഓടിപ്പോയി ഫോൺ എടുക്കുവാണ്. ഫോൺ എടുത്തിട്ട് വിളിക്കാൻ തുടങ്ങുമ്പോഴത്തേനാണ് ബാമ പെട്ടെന്ന് ആ കാര്യം ഓർത്തെ. കാരണം രാവിലെ തങ്ങൾ കഴിച്ചതാണ്, സാമ്പാർ എടുത്ത് കൂട്ടി ഇഡ്ഡലി കഴിച്ചാണ്. അപ്പൊ ഒന്നും സംഭവിച്ചില്ല. അങ്ങനെയാണെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു പക്ഷേങ്കിൽ ചന്ദ്രമതി ആയിരിക്കും ആ ഫുഡ് മൂടാതെ വെച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവളായിരിക്കും ഇനി ഉത്തരവാദി. അങ്ങനെ വരട്ടെ. ചന്ദ്രമതി പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കുമ്പോഴത്തേനും ബാമ എന്നിട്ട് പറഞ്ഞു, വേണ്ട, സുധീനെ വിളിക്കണ്ടെന്ന് പറയാം. അതെന്താ? അവൻ കൊണ്ടുപോയിക്കുന്ന ഫുഡിനകത്തുനിന്ന് പല്ലി വീണിട്ടല്ലെന്ന് പറയണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ചന്ദ്രൻ, നീ ഒന്ന് ഓർത്തേ, രാവിലെ ഇഡ്ഡലി എടുത്ത നീയല്ലേ? അതെ, അതിനുശേഷം ആ സാമ്പാർ മൂടി വെച്ചായിരുന്നു, നീ ഒന്ന് ആലോചിക്കാൻ പറയണം. പിന്നീടാണ് ഓർത്ത്, അയ്യോ താൻ മൂടിയിട്ടില്ലാന്ന് തോന്നുന്നത്, അപ്പോഴെങ്ങാണ്ട് പല്ലി വന്ന് വീണതാ. ഇനി അതിന്റെ പേരില നീ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകണ്ട, അറിയാലോ, നിന്റെ കയ്യിലെ കുറ്റം എന്ന് പറയണം. അയ്യോ ഞാൻ ആ കാര്യം മറന്നു പറയണം. അവൻ കൊണ്ടുപോയേക്കുന്ന കറിക്കകത്തും ചോറിനകത്തും ഒരു കുഴപ്പമില്ലെന്ന് പറയാം. നീ വിളിക്കാനൊന്നും പോകണ്ടെന്ന് പറയാണ്. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, ഒന്നൊരു കാര്യം ചെയ്യാം ബാമ, നീ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി, വരാൻ പറയണം. വേണ്ട വേണ്ട, എനിക്ക് ഫുഡൊന്നും വേണ്ട,
ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞ് ബാമ അങ്ങോട്ട് പോവാണ്. ഈ സമയം സച്ചി രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛാ ഒരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു തരാന്ന് പറയണേ. വേണ്ട മോനെ, അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണ. എന്താ? അതെ, ഇവിടെ ഇപ്പൊ തന്നെ ചോറ് വെക്കും, പിന്നെ നീ ഒരു തൈര് മേടിച്ചോണ്ട് വന്നാൽ മതി, ഞാനത് കൂട്ടി കഴിച്ചോളാന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോവാ. രേവതിക്കാണ് ആകെപ്പാടെ വിഷമായിപ്പോയി. രേവതി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. രേവതിക്കറിയാം താൻ നന്നായിട്ട് മൂടിപ്പറിക്കി വെച്ചിട്ടാ പോയെന്ന് രേവതി ആകുന്ന അവരോടൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് സച്ചു ആരും കൂട്ടാക്കില്ല. രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് രേവതിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എല്ലാം നോക്കി മൂടിപ്പറിക്കി വെച്ചിട്ടാ പോവുകയും ചെയ്തത്. രേവതിക്ക് ആകെപ്പാടെ സങ്കടമായി. ഈ സമയം വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പൊ വർഷ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വർഷ ചോദിച്ചു, ഇതെന്താ ശ്രീകാന്ത് നീ താമസിച്ചെന്ന് ചോദിക്കണം. അത് പിന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആയെന്ന് പറയണം. അല്ല ഇതെന്താ നീ നേരത്തെ വന്നെന്ന് ചോദിക്കാം. നേരത്തെ ഡബിങ് കഴിഞ്ഞു, അതുകൊണ്ട് നേരത്തെ വന്ന് പറയണം. നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇരുന്ന് നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് വർഷ. ഇതെന്താ ഈ സമയത്ത് നീ നഖം വെട്ടുന്നെന്ന് ചോദിക്കുക. അതെന്താ ഈ സമയത്ത് വെട്ടിയാല്? അതെ, ഈ സന്ധ്യ കഴിഞ്ഞ സമയത്ത് നഖം വെട്ടാൻ കൊള്ളത്തില്ല എന്ന് പറയാണ്. അത് മാത്രമല്ല, ഇത് നഖം വെട്ടി ഇങ്ങനെ പെരക്കാത്തിടാൻ കൊള്ളത്തില്ല, അത് നമ്മൾ പുറത്തുകൊണ്ടേ കളയണമെന്ന് പറയാം. ഇതൊക്കെ എന്തൊക്കെ റൂൾസാ എന്റെ ശ്രീകാന്തെന്ന് ചോദിക്കും. അതെ, പണ്ടുള്ള കാരണന്മാര് പറഞ്ഞു കേട്ടില്ലേ, നിന്റെ വീട്ടിൽ നിന്റെ അമ്മ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലെന്ന് ചോദിക്കും. പിന്നെ എന്റെ വീട്ടിലൊന്നും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല, ഞാൻ ഇതൊന്നും നോക്കാറ് പോലില്ല എന്ന് പറയണം. അത് രാത്രി നഖം വെട്ടി എന്താ കുഴപ്പം? അല്ല, ഈ നഖമൊക്കെ വെട്ടി ചിലപ്പം അവിടെ എവിടെയും കിടന്ന് ചിലപ്പോൾ പാത്രത്തിൽ വീഴാനൊക്കെ ഇടയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആ നമുക്ക് ദോഷം ചെയ്യും, അതുകൊണ്ടാന്ന് പറയണം. ഓരോ ചിട്ടകളും നിയമങ്ങളൊക്കെ എന്തൊക്കെ നിയമങ്ങളാ മനുഷ്യന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പറയണം. അതൊക്കെ നമുക്ക് നല്ലതിന് വേണ്ട, അല്ലാതെ അവർക്ക് വേണ്ടല്ലെന്ന് പറയണം. അതെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നീ പോയി എനിക്കൊരു ചായ ഇട്ടുതരാൻ പറയണം. ഓഹോ, അപ്പൊ നീ ഒരു ചായ വലുതായിട്ട് ഇട്ട് കുടിച്ചില്ലേന്ന് ചോദിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, സെറ്റ് ആകത്തില്ല, അതുകൊണ്ടാ ഇതേ ശ്രീ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തേന്ന് പറയണം. ഇവിടെ ശ്രീകാന്ത് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഒരു കാര്യം ഓർത്തിട്ട് നിന്നു. അതെ, ഞാനിന്ന് അമ്മേനെ കണ്ടായിരുന്നു പറയണേ. നീ വീട്ടിൽ പോയോ? വീട്ടിൽ പോയില്ല, ഞാൻ വഴിക്ക് വെച്ചാ കണ്ടായിരുന്നു കേട്ടോ. അമ്മേനോട് കുറെ സമയം സംസാരിച്ചു. കൊള്ളാലോ, എന്നിട്ട് എന്ത് പറഞ്ഞമ്മ? എന്നോട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു പറയാണ്. ഇത് കേട്ടതും വർഷ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? വീട്ടിൽ പോവാന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞു നിന്നോട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പറയാം. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ. ഇപ്പൊ അമ്മേനെ കിട്ടിക്കഴിഞ്ഞപ്പോ എന്നെ ഒന്നും വേണ്ടല്ലേ? കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസം കൊണ്ട് എന്നെ മടുത്തോന്ന് ചോദിക്കാണ്. നീ എന്താ വർഷം ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം. അല്ല, ഇത്രയും ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും അപ്പൊ നീ പോവാണെങ്കിൽ ഞാൻ പിന്നെ ആരാവും? ഞാൻ ഒന്നും അല്ലാതായി പോവല്ലേ, എനിക്കിനി കയറി ചെല്ലാനായിട്ട് പറ്റത്തില്ല വീട്ടിലേക്കെന്ന് പറയണം. ഇത് കേട്ട ശ്രീകാന്ത് പറഞ്ഞു, നീ എന്താ വർഷം ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ പോകുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ നീയും കാണുമായിരിക്കും എന്ന് പറയണം. സത്യമായിട്ടും അതെ, നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു? അങ്ങനെ ഒരിക്കലും ഇല്ല അമ്മ. ഈ കാര്യം എന്നോട് ആദ്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ എന്താ അമ്മയോട് പറഞ്ഞറിയാവോ? ഞാൻ വരുന്നുണ്ടെങ്കിൽ ആ കൂടെ തന്നെ എന്റെ കൂടെ വർഷം കാണുമെന്നാ പറഞ്ഞത്. ഇത് കേട്ടതും വർഷയ്ക്ക് എന്തെന്നില്ല സന്തോഷം. വർഷ പെട്ടെന്ന് ശ്രീകാന്തിനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറയും. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു, നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകാനാണോ ഞാൻ കല്യാണം കഴിച്ചേ? ഒരിക്കലും അല്ല, നിന്നെ കൂടെ കൊണ്ടുപോകുന്നു പറയണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും രേവതി അടുക്കളയിൽ ഓരോ ജോലികൾ ചെയ്യുവാണ്. അങ്ങനെ ചോറും കറിയൊക്കെ ധൃതി പിടിച്ചുണ്ടാക്കണം. ആ സമയത്ത് ചന്ദ്രമതി അടുക്കളയിലേക്ക് വന്നു. ഇതെന്താ നീ ഇത്രയും വലിയ പാത്രത്തിലാണ് പാല് തിളപ്പിച്ചേ? ഇതിന്റെ ഇവിടുത്തെ പാല് മുഴുവൻ എടുത്ത് തിളപ്പിച്ചെന്ന് നിൽക്കും. അമ്മേ, അത് ഞാനിവിടെ ചോറെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അതെ ചായ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ചെറിയ പാത്രത്തിനകത്താ, അത് പോയി നോക്കാൻ പറയണം. എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചെല്ലുവാണ്. പിന്നീട് രേവതി എന്ത് ചെയ്യണം, കറി ഉണ്ടാക്കിയിട്ട് ചന്ദ്രമതിയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് വരാൻ പറയണേ. എന്താ ഈ കറിയിലൊന്ന് നോക്കാൻ പറയണേ? ഇതിനകത്ത് എന്താ നോക്കാതിരിക്കുന്നേ? നോക്ക്, ഇതിനകത്ത് വല്ല പല്ലി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്ക്, അല്ലെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞിട്ട് പറയും ഇതിനകത്ത് പല്ലി ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു ഒക്കെ പറയുന്നു പറയണം. ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, ഇന്ന് നീ എന്താ വല്ല പാമ്പിനെയാണോ പിടിച്ചിട്ടിരിക്കുന്നത് ചോദിക്കും. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, പാമ്പിനെ അല്ല, 2 പാറ്റാനെ പിടിച്ചിട്ടുണ്ടെന്ന് പറയണം. നിനക്ക് അത്രയ്ക്ക് വല്ല അഹങ്കാരം എന്ന് ചോദിക്കണം. അപ്പോഴേക്കും ശ്രുതിയും കൂടെ അങ്ങോട്ട് വന്നു. ശ്രുതി വന്ന് രേവതി എന്ത് ചെയ്യണം, ഓരോ പാത്രം ഉണ്ടാക്കി കറികളെല്ലാം കൂടെ തുറന്ന് കാണിക്കണം. ഇങ്ങോട്ട് നോക്ക്, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ പറഞ്ഞിട്ട് തവിയിട്ട് അതും കൂടെ ഇളകി കാണിക്കുകയാണ്. പിന്നീട് അകത്തേക്ക് എന്നിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് ആ ടേബിളിലേക്ക് ആ കറി സാധനങ്ങളെല്ലാം കൊണ്ടേ വെക്കുകയാണ്. പിന്നീട് പറഞ്ഞു, ഇതേ സംശയമുള്ളവർക്ക് ഇതെല്ലാം നോക്കാം ഒന്നുകൂടെ ഇതേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി എല്ലാം ഒന്ന് തുറന്നു കാണിച്ചു. ഇനി ഇത് പാറ്റയോ പഴുതാരയോ പല്ലിയോ എന്തേലും ഉണ്ടെങ്കിൽ. ഇത് കേട്ടതും ചന്ദ്രമതി നിനക്കെന്നാ ഭ്രാന്തായെന്ന് വെക്കും. ഭ്രാന്തല്ല, ഇവിടെ എല്ലാവർക്കും വേണ്ട തെളിവാണല്ലോ. അല്ലെങ്കിൽ പിന്നെ പറയും പാറ്റേനോ പല്ലിനോ കിട്ടിയ പറയും ഞാനിവിടെ ഉണ്ടാക്കി വെച്ച സമയത്ത് വീണതാന്ന്, എനിക്ക് തെളിയിക്കേണ്ട ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ലെന്ന്. അല്ലെങ്കിൽ പിന്നെ അതിന്റെ കുറ്റം കൂടെ എന്റെ തലയിലേക്കായിരിക്കും എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചിയും ചന്ദ്രമതി എല്ലാരും കൂടെ ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ. എല്ലാരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.